അപ്പോൾ ഇന്നത്തെ പരിപാടി തണുത്തിട്ട് കവച ആ അത് അതിൽ ഇന്നലെ എടുത്ത് വെച്ച് തെറ്റാവും ചിലപ്പോൾ അത് തെറ്റാവുന്ന തണുപ്പ് കുറവ്. ഈ ഹോട്ടലിൽ നമ്മൾ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. ഇന്നലെ ഒന്നുമില്ല, അത് വേറെ വർത്താനം. നമ്മുടെ വണ്ടി ഇന്നലെ ഇവിടെ ആയിരുന്നു പാർക്ക് ചെയ്ത് ഹോട്ടലിൻ്റെ മുന്നിൽ. ചങ്ങായിമാരെ തണുത്തിട്ട് ഇപ്പോഴത്തെ ഡിഗ്രിയാ നോക്കട്ടെ കേട്ടോ. ചെറുതായിട്ട് മഴ പൊടി ഉണ്ട്. ഇവിടുത്തെ എന്താണ് ഈ കിണർ ഇതാണെന്നുണ്ട്. ഊട്ടിയിൽ രാവിലെ തന്നെ ചായ അടിക്കാനുള്ള ഓട്ടത്തിലാണ് ചെക്കൻ മാത്രല്ല ഞാനും. എവിടെ നിന്ന് ചായ കുടിക്കും? അവിടെ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് പ്യൂർ വെജ്. ദോശ എങ്ങനെയുണ്ട്? ഊരി എങ്ങനെയുണ്ട്? മസാല ചായ ഇപ്പം തന്നെ ചൂടാവും. ഊട്ടിയിൽ രാവിലെ തന്നെ നല്ല തണുപ്പാണല്ലോ. അല്ല ഇവിടെ ചൂടുണ്ടാവോ? രണ്ട് ചൂട്ടി പറഞ്ഞാൽ ഫ്രൂട്ടി എടുത്തരുമുണ്ട്. നമ്മളെ ഹോട്ടലിൽ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, അവര് കണ്ടിട്ടില്ലല്ലോ. ഹോട്ടലിൽ കണ്ടിട്ട് നമ്മൾ വലിയ സെറ്റപ്പാണ്. ഞാൻ പൃഥ്വിരാജ് ഉണ്ണിമുഖം എന്താണ്. ഞങ്ങൾ ഈ ഹോട്ടലാണ് റൂം എടുത്തത്. എന്താ ഹോട്ടൽ ഒരു രക്ഷയില്ല. വണ്ടി നന്നായി. ഇന്നെന്താ പരിപാടി? നമുക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി പോവാണെന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നത്. 10 മണിയാകുമ്പോൾ സമയം എത്രയായി? രാവിലെ 9 മണി 9:50 8:50. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങല്ലേ? അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ വീട്ടിലേക്ക് റിട്ടേൺ പോകണല്ലേ. ചെങ്ങായിമാര് യമാ തണുപ്പ് എന്നാ. 12 ഡിഗ്രിയിലല്ലേ കാണിച്ചേ? എന്താ വണ്ടി ഓണാക്കിയപ്പോളേ എന്തൊരു പുകട്ടൂടല് മുമ്പെന്ന്. അങ്ങനല്ല, ആ പാട്ട് അങ്ങനല്ല. ആർക്കറിയില്ലേ? അച്ഛൻ ചെല്ലത്താവും ദുബായ് പോയി കാമ കർണ, നാട്ടിൽ നിന്നിട്ടെന്തേ പെടാപ്പാട്. ഇപ്പൊ അതിന്റെ ബാക്കി എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ എത്ര പ്രാവശ്യം ഊട്ടിക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. പക്ഷെ ഞാൻ ഇത്രയും കാലമായിട്ട് ഈ ദൊഡ്ഡപേട്ട പീക്കിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അപ്പം ഇന്നൊന്ന് പോയി നോക്കാം. കിന്നക്കുറ ഞാൻ എത്രയും കാലമായിട്ട് പോയിട്ടില്ല. വേറെ വർത്താനോ ഞാൻ ഇജ് എൻ്റെ തള്ള തീർത്ത് ഇജ് ആദ്യമായിട്ടല്ല ഊട്ടിക്ക് തന്നെ ഇറപ്പാ. അല്ല അത് നമ്മൾ ചാടിക്കാവുന്നതല്ലേ. ഇഞ്ഞങ്ങട്ടാ സ്റ്റോറ് ഇതങ്ങട്ടാ ചെട്ടിനാട് ഒന്നും കാണില്ലല്ലോ. എവിടെ? അല്ല നോക്കട്ടെ. ഊട്ടി സെൻട്രലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. Wow.
ബൊട്ടാണിക്കലൊക്കെ ഇജ്ജ് കയറണേ കയറിക്കോ. ഇതെത്താ ചെങ്ങ ഇവിടെ വണ്ടി എത്തി നിൽക്കൂ. ഒരു ടീം കിട്ടോ. അത് മുടി പൊളിച്ചല്ലേ ചെക്കൻ്റെ. GP 2 വീലർ 10 पैसा मारना है 10 കണ്ടു വയ്ക്ക് 20 ओके तुम्हारे पास है ओके. ഓ ഇത് അടിപൊളിയായിട്ടോ. ഫുള്ള് മരങ്ങളൊക്കെ നിറഞ്ഞ് എൻ്റെ അമ്മേ മുമ്പിൽ കൊണ്ട് ഇജ്ജ് ചിലക്കാൻ പോയിക്കോടുന്നു. അന്ന് ഇപ്പം നമ്മൾ ഊട്ടിക്ക് സോറി നമ്മൾ ടൗണിലേക്ക് വന്നാൽ ഞാൻ തൊട്ടപ്പെട്ടാന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് പോവല്ലേ എന്ന് ഞാനാ പറഞ്ഞ്. അങ്ങോട്ട് വാ നോണയും പറഞ്ഞാണ്ട് എമ്മാരി തള്ള. ഇങ്ങനെ എന്നാല് നല്ല വ്യൂ ആ കിട്ടുക. ഓ ഈ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ തോർന്ന് നിൽക്കുന്ന സമയത്തല്ലേ ഭയങ്കര ലുക്കായിട്ട് തോന്നണേ. ഫുള്ള് ഒരു ഗ്രീനറി ഒരു ബ്ലാക്ക് ടച്ചിൽ ഇങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ എനിക്കിതാണ് ഒരു താല്പര്യമായിട്ട് തോന്നണേ. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളല്ലേ. എന്താന്നോ അങ്ങനെ അവസാനം നമ്മൾ ഇവിടെ എത്തി. യെസ് യു ഹാവ് എ റോഡ് ഇവിടെ. ഇവിടെ പാർക്കിംഗ് കൂടെ ബൈക്കിനോട് പാർക്കിങ് ഇവിടെ പാർക്ക് ചെയ്യല്ലേ. അത് എടുക്കണ്ട, അങ്ങനെ ഓഫാക്കല്ല, അത് റിട്ടേൺ വെച്ചാലോ. കാരണം ബാക്ക് എടുക്കാൻ റിസ്ക് കയറാം. യെസ് ഇറക്കോ ഇറക്കോ. അല്ല എത്തിനാട് പോകുന്നേ? അതിന്റെ മുകളിൽ കയറാനോ? ഇത് ഇവിടെ അല്ലേ? എന്ത് ഇവിടെ കൊടുക്കല്? അതാണ് ഒട്ടിച്ചാളോ? അവിടെ ഒട്ടിച്ചാളോ? വാട്ടർ പ്രൂഫ് വെക്കൂലേ? ടെലിസ്കോപ്പിക് ഹൗസ്. അതിൻ്റെ ഉള്ളിൽ കയറാൻ വേറെ എന്തെങ്കിലും ഫീ കൊടുക്കണം? കർണാടക ബോട്ട് अंधा बाका अभी ऊपर करेगा दिख रहा है ऐसा ഇവിടുന്ന് ഒരു സാധനം കാണില്ല. വെയിലർത്തി പറഞ്ഞാൽ വെയിലർത്തിട്ട് കാര്യമുള്ളൂ. ഇവിടെ മറ്റേ ദൂരദർശിനി ഉണ്ടോ? എന്താ ടൈം ലാപ്സ് ആണ്? അതന്നെ അവിടേക്കുള്ള വ്യൂസ് ആണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇതിനാണ് പറഞ്ഞത് എക്സ്റ്റൻഡ് വാൾട്ടറൊക്കെ വേണമെന്ന്. ഇത് നോക്കേണ്ട ആവശ്യമില്ല, അവിടെ നോക്കിയാൽ പോരെ അല്ലേ? ആൾക്കാരെ അവിടെ ഈ സമയത്ത് വന്നിട്ട് കാര്യമില്ലേ? വെയിലുള്ളപ്പോൾ വന്നാലും ഒന്നുകൂടെ അവിടെ വെയിലുള്ളെങ്കിൽ
ഇതിൻ്റെ അടിയിൽ കൂടെ അടച്ചാണ്. ഒരു ഭാഗത്ത് ഹെൽമെറ്റും ഇല്ല. അജ് ബാബൂര് എൻ്റെ ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ. ഒരു കൈ ഫ്രീ അല്ലേ. എൻ്റെ തന്നെയല്ല. നല്ല പ്ലാസ്റ്റിക്കിനെതിരെ നല്ല കളിക്കുന്നു. നമ്മുടെ കേരളത്തിലത്തെ മാതിരി ഒലീസാണ്ട് ദമ്മാക്കിയാണ്ട് വൈകിട്ടാണ്ട് പിറ്റേന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ മൊത്തം കിടന്നു. അത് ശരിയാ. അതെ, ഇവിടെ പൊന്നില്ല. ഇവിടെ എന്താ അടികൾ അറിയണ്ട. രാവിലെ തന്നെ ബജ്ജടിക്കാം. നമുക്ക് അവിടെ വേണ്ട അടിക്കാം. ഏതൊരു പോണേക്കല്ലേ അണ്ണാ? 2 ടീ 30. तुम्हारे पास चिल्लर है नहीं है? कातर आदमी है. चाय 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 കാപ്പി ചായ കാപ്പി ചായ കാപ്പി ചായ കാപ്പി. ആ ഇവിടെ തടാ വെള്ളത്തിൻ്റെത്. ഇവിടെ കോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടും കേട്ടോ. അല്ലല്ല, 1 ലിറ്ററിന് 5 രൂപ. 5 റുപ്യക്ക് 1 ലിറ്റർ. അതിന് കോയിനിടണം. കോയിനോട് 5 റുപ്യക്ക് 1 ലിറ്റർ. 2 റുപ്യക്ക് 400. മറ്റേ 1 റുപ്യക്ക് 200 ഇല്ലേ ഇനിഷ്യേറ്റീവ്. ഇത് റെഡിയാണെന്നുള്ളത്. സാധനം കിട്ടും. വർക്കിംഗ് ആണ്. ഇപ്പം നമുക്ക് ചായ കുടിക്കാം. അതിൻ്റെ ചില്ലറുണ്ട്, പക്ഷെ വേറെ പ്രശ്നമുണ്ട്. 2 രൂപ 2 ഒക്കെ ഉണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ബോട്ടിൽ വണ്ടിയിലല്ലേ. ഇവിടുന്ന് പിന്നെ 30 രൂപ 20 രൂപ എടുത്താണ് പിന്നെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നഷ്ടമേ ഭായി. ഉയരം കൂടുന്നവരും ചായക്ക് ടേസ്റ്റും കൂടും, മധുരം കൂടും. അതേപോലെ ചായപ്പൊടിക്കും 30 രൂപേൻ്റെ ചായ. നമ്മൾ റിട്ടേൺ പോകണല്ലേ. 10 രൂപ ടിക്കറ്റ്. 10 രൂപ ഒരാൾക്ക് ടിക്കറ്റ്. കുഴപ്പമൊന്നുമില്ല, കച്ചവടം നോക്കട്ടെ അല്ലേ. ഇനി കൂടുതലുള്ള അവിടെ നമ്മുടെ നാട്ടിൽ നല്ല കൂടുതലാണ്. നാട്ടിൽ അറവല്ലേ. നാട്ടിൽ മറ്റേ ഇയാൾ പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിക്ക, എന്നിട്ട് അതിന് വലക്കമല്ല റേറ്റ് ഇടാം അല്ലേ. വഴിയൊക്കെ മോശം. ഇവിടെ വഴിയൊക്കെ നല്ല റോഡൊക്കെ നല്ല റോഡ്. ദൊഡ്ഡപേട്ടയിൽ ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. അതിൻ്റെ മുകളിൽ പോയിട്ട് ജസ്റ്റ് എന്താണ് ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു സംഗതി മാത്രമേ ഉള്ളൂ. ഫോട്ടോ എടുക്കുക മീൻസ് ഈ ഒരു മൂടി നിൽക്കുന്ന കാലാവസ്ഥയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും കാണൂല. എന്ത് എത്ത് ഇൻ്റെ ഒരവസ്ഥ. ഇൻ്റെ ഇതിൻ്റെ കൊടുത്ത് എടുക്കണ്ട. എനിക്ക് വേണ്ടത് ഒലക്ക. എനിക്ക് എൻ്റെ വണ്ടി ഇത്. നല്ലപോലെ എടുത്തട്ടോ. എൻ്റെ മോനെ കൊട കൊട. നമ്മൾ ഊട്ടിയിൽ നിന്നും റിട്ടേൺ അടിച്ചു അല്ലേ. എന്തേ കാറ്റടിക്കണ്ടോ? വിൻഡ് അടിക്കണ്ടോ? ഇതിന്റെ വാലൊക്കെ ചെത്തിക്കണടി. എന്താ രസരോ. അവിടെ ഏതോ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ ക്രൂവിന്റെ വണ്ടികളും കാര്യങ്ങളൊക്കെ അവിടെ
ഉണ്ട്. അതാണ് ഈ റിട്ട് എടുക്കണ ബാക്ക് എടുക്കണ ഒരു ബസ് ഉണ്ടല്ലേ. ഏത് പടത്തിനാന്ന് പഠിച്ചോന്നറിയാം. ഇന്നലെ ഉണ്ടോ? അയ്യോ മുളക് ബജി. ഇജ് നേരത്തെ ഊട്ടീനെ കുറേ പൊക്കി പറഞ്ഞില്ലേനോ? ഏത് പ്ലാസ്റ്റിക് ഫ്രീ സ്റ്റേറ്റാണ്, സ്റ്റേറ്റ് സോറി, പ്ലാസ്റ്റിക് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞാണ്ട് വലിയ ഡയലോഗ് അടിച്ച് ചെയ്യുന്നോ? ഒന്നായിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല. ഇതറാ കായലിൻ്റെ സൈഡിലല്ല, ഇത് ഇവിടെ ഒഴിവാക്കിയിട്ടതാണ് ഇറ്റാള്. ആ ചെക്കന്മാരോട് ചോദിച്ചു നോക്കി എന്തെങ്കിലും കാണാണ്ടോന്ന്. അതെ തമിഴന്മാരൻ തന്നെ. ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ? ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ? അങ്ങോട്ട് പോയിട്ടോ? ഇതോ ഇതിൻ്റെ ഓക്കെ. അല്ല ഇത്ര മാത്രമേ കാണാനുള്ളൂ എന്നാണ് പറഞ്ഞേ. എനിക്ക് മനസ്സിലായില്ല. മലയാളത്തിലാണ് പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. ഓഫ് റോഡെങ്കിൽ ഓഫ് റോഡ് എന്തെങ്കിലും കിട്ടിയല്ലോ പറഞ്ഞില്ലേ. 2 ഓഫ് റോഡ് എടുത്ത് ഇത്രയും കാലമായിട്ട് ഒരു ഓഫ് റോഡ് പോയിട്ടില്ല നമ്മളെ നാട്ടിൽ. പിന്നെ ഇത് വൈബ് കിട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓഫ് റോഡേ എന്തേ? അങ്ങനെ പോകണ്ടല്ലോ ആൾക്കാർ. ഇങ്ങനെ പോയിച്ചോണ്ട് വിട്ടൂട്. ഇത് റിട്ടേൺ കയറുമല്ലോ. നോക്ക് ഓക്കെ. ചലോ പ്രോബ്ലം നെയ്. ഹൈറ്റ് കൂടെ തന്നെ വരണേ. ഒന്നെച്ച് ആ ഭാഗം സ്ലിപ്പറിയാണ്. എന്തേ? ഓക്കെ സ്ലോ ആയിക്കൂടെ പോണ്ട. ജയിക്കൂടെ പോവാ. ഞാൻ அண்ணா பார்க்குறதுக்கு ஒன்றும் இல்லையா? ஒன்றும் இல்லை. இந்த மாதிரி ரைடு தான். ஓகே ഒറ്റ മിനിറ്റ് ഇതൊന്നും പറയില്ല. എങ്ങനെ? ഓക്കെ. ഓഫ് റോഡ് വണ്ടി ഉണ്ടായിട്ടില്ലേ? ഓഫ് റോഡ് അടിക്കാതെ കാലാകാലം ഇങ്ങനെ നിൽക്കണം, വേറത്തില്ല. ഇജ്ജ് നേരെ പോന്നിക്കല്ലേ, നേരെ പോയിക്കല്ലേ, അടിക്കൊന്നും പോയില്ലല്ലോ. വള്ളോ വള്ളത്തിൻ്റെ കൂടെ ഇങ്ങനെ വന്നുകൊടുക്കണേ. അതാണല്ലേ? ഓക്കെ. பார்க்குறதுக்கு எங்கே போகிறீங்க அது ഓല്? ഓഫ് കോഴ്സ് നമുക്ക് വെറുതെ എങ്ങനെ ഏതോ വഴി കാണിക്കും, പക്ഷെ പോകാൻ കഴിയില്ല എന്നൊക്കെ തന്നെ മൂപ്പര് പറഞ്ഞത്. നോക്കട്ടോ.
कैसे जाएगा? हाँ ऐसे ही ഞാൻ നല്ലൊരു ഓഫ് റോഡ് ആ സ്റ്റാർട്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിനി, പക്ഷെ ആ വീഡിയോ കിട്ടിയില്ല, നഷ്ടമായി പോയി. എന്താ ചെയ്യുക, ഏതായാലും പകുതി വെച്ചിട്ട് നിർത്തി സ്റ്റോപ്പാക്കി തന്നേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ഓഫ് റോഡ് വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നേരെ പോവാം, മറ്റന്നാടെ കാത്തുക്കുണ്ട്. ഓക്കെ, ഫസ്റ്റ് സേഫ്റ്റി മുഖ്യമ്പെങ്കിലെ ഈ റൂട്ടിലൂടെ പോയാൽ താഴത്തെ ഏതോ ഒരു ഭാഗത്തേക്ക് എത്തുന്നൊക്കെയാണ് അവിടെ ചേട്ടൻ വരുന്ന വഴിക്ക് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇനിയിപ്പോൾ ഓവറായിട്ട് റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്ത് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. അവിടുന്ന് പകുതി അറ്റം പോയിട്ട് റിട്ടേൺ വന്നു. ഓഫ് റോഡ് എങ്ങനെ ഉണ്ട് ഇനി? അജാബ്, കായ് മുതലായാലേ വണ്ടി എടുത്ത യെസ് ഓഫ് കോഴ്സ് വണ്ടി എടുത്ത മുതലായില്ല. യെസ്, എന്തായാലും കുഴപ്പമില്ല. ചായ കുടിക്കാൻ പോകുന്നു. എങ്ങോട്ട് പോകുന്നു? ചായ വേണ്ട? നിങ്ങൾക്ക് ചായ വേണ്ട? ചായ വേണ്ട ഉറപ്പാ? പരിപാടി ഇവിടെ അവസാനിപ്പിക്കല്ലേ? പൊറാട്ടയും ബീഫും തിന്നാണ്ട് പിരിഞ്ഞ് നമ്മൾ നിലമ്പൂരിലെ വൈക്കട നമ്മൾ ഫുഡ് കഴിച്ച് യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത യാത്രയുമായിട്ട് പിന്നെ കാണാം അല്ലേ? അതിന്റെ ബജാബ് വൈക്കട സ്ഥലത്തിന്റെ അവസാനം ഞാൻ ഇതിന്റെ